നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായ ദേളിയിലെ CH മുബഷീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മർദ്ദനമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്തുവാനായില്ല. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സഫ്വാൻ കുന്നിൽ വിശദീകരണവുമായി രംഗത്ത്. വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ലെന്ന് സഫ്വാൻ കുന്നിൽ. NDAയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. LDFും UDFും ചേർന്നുള്ള ഇന്ത്യ സഖ്യമാണ് NDAയുടെ എതിരാളികളെന്ന് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമവും അസഭ്യവർഷവും. ദേലമ്പാടി പഞ്ചായത്ത് പയറെടുക്ക ബൂത്തിലെ BLO അജിത്തിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് നടപടി സ്വീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. ഹമീദ് പള്ളത്തെടുക്ക രാജിവെച്ചു. മഞ്ചേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി UDF. രണ്ടാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായ ദേളിയിലെ CH മുബഷീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മർദ്ദനമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്തുവാനായില്ല. മരണകാരണം അറിയുന്നതിനായി ആന്തരികാവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേളിയിലെ CH മുബഷീറിന്റെ മരണകാരണം ഹൃദയാഘാതമല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റതായും കണ്ടെത്തുവാനായില്ല. കൂടുതൽ പരിശോധനയ്ക്കായി ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ശരീരത്തിൽ ഗുളികകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചു. അവ എന്തുതരം മരുന്നുകളാണെന്നും ഇതിന് മരണവുമായി ബന്ധമുണ്ടോ എന്നതും ഫോറൻസിക് പരിശോധനയിലാണ് വ്യക്തമാകുക. വിശദമായ രാസപരിശോധനകൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ മുബഷീറിന്റെ മരണകാരണം സംബന്ധിച്ച അന്തിമ നിഗമനത്തിൽ എത്തുവാനാകൂ. ബുധനാഴ്ച പുലർച്ചെ 5:30 മണിയോടെ ജയിലിൽ അവശനിലയിൽ കണ്ടെത്തിയ മുബഷീറിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. ജയിലിനകത്ത് പ്രതികൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി സൈക്യാട്രിസ്റ്റിനെ എത്തിച്ച് ചികിത്സ നടത്തിയിരുന്നതായി പറയുന്നുണ്ട്. ഇവർ നൽകിയ ഗുളികയാണ് മുബഷീറിനെ കൊണ്ട് കഴിപ്പിച്ചതെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ജയിൽ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സഫ്വാൻ കുന്നിൽ വിശദീകരണവുമായി രംഗത്ത്. വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ലെന്നും ആക്രമണം ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതായും സഫ്വാൻ കുന്നിൽ പറഞ്ഞു. സംഭവത്തിൽ DCC തന്നോട് വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും പുറത്താക്കൽ നടപടി ഏകപക്ഷീയമാണെന്നും കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ സഫ്വാൻ കുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം വിളിച്ചു ചോദിക്കുക എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട്. ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലേക്കോ മറ്റു ഗവൺമെൻറ് തലങ്ങളിലേക്ക് അന്വേഷണം വിട്ടുകഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമാഞ്ഞിട്ട് പോലും ഇന്നിതുവരെ DCC പ്രസിഡന്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. LDFും UDFും ചേർന്നുള്ള ഇന്ത്യ സഖ്യമാണ് NDAയുടെ എതിരാളികളെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. NDAയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. ശ്രീകാന്ത്. കോൺഗ്രസ് എന്ന പാർട്ടിയെ മുസ്ലിം ലീഗിന് പണയപ്പെടുത്തിയെന്നും ഇടത് വലത് മുന്നണികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്നും ശ്രീകാന്ത് ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുപോലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന
ഒരു ഘട്ടത്തിലേക്ക് NDA എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ അധ്യക്ഷത വഹിച്ചു. BDJS ജില്ലാ ട്രഷറർ K കുഞ്ഞികൃഷ്ണൻ, T കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് EM സോജു, K രമേശൻ, T കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് നടപടി സ്വീകരിച്ചത്. പാർട്ടിയുടെ അടിസ്ഥാന നയം, മാർഗരേഖ, പ്രവർത്തന മാനദണ്ഡം എന്നിവ അവഗണിച്ചുള്ള പ്രവർത്തനങ്ങളിലും പ്രസ്താവനകളിലും ജെയിംസ് പന്തമാക്കൽ ഏർപ്പെട്ടു എന്നതാണ് സസ്പെൻഷന് കാരണമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. KPCCയുടെ ഔദ്യോഗിക തീരുമാനം ബന്ധപ്പെട്ട DCC പ്രസിഡന്റിനും മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾക്കും കൈമാറിയതായി KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് ജെയിംസ് പന്തമാക്കലിന് ഉടൻ നൽകും. സസ്പെൻഷനിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയായിരുന്നു. കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും DKDF ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇരുവരും പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ 2 അംഗ സമിതിയെയും നിയോഗിച്ചിരുന്നു. കയ്യാങ്കളിക്ക് പിന്നാലെ ജെയിംസ് പന്തമാക്കൽ DCC വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിലെ തർക്കമായിരുന്നു രാജിക്ക് കാരണം. രാജിക്ക് പിന്നാലെ ജെയിംസ് പന്തമാക്കൽ DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 18 സീറ്റുകളിൽ DCC പ്രസിഡന്റ് പണം വാങ്ങി ഡീൽ ചെയ്തു എന്നായിരുന്നു ആരോപണം. കൂടാതെ DCC ഓഫീസിലെ കയ്യാങ്കളി DCC പ്രസിഡന്റിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായായിരുന്നു എന്ന ആരോപണവും ജെയിംസ് പന്തമാക്കൽ ഉന്നയിച്ചിരുന്നു. താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദീപാദാസ് മുൻഷിക്ക് കത്തയച്ചെങ്കിലും പരിഗണിച്ചില്ലെന്നും താനൊഴിഞ്ഞ DCC വൈസ് പ്രസിഡന്റ് സ്ഥാനം ആർക്കെങ്കിലും നൽകി 5 ലക്ഷം രൂപ വാങ്ങിച്ചോട്ടെയെന്നും പന്തമാക്കൽ പരിഹസിച്ചിരുന്നു. എന്നാൽ പന്തമാക്കലിന്റെ ഈ ആരോപണങ്ങൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തള്ളിയിരുന്നു. കടുത്ത നടപടിക്ക് പിന്നാലെ അന്വേഷണത്തിന് ശേഷം പാർട്ടി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധപ്പെട്ട നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമവും അസഭ്യവർഷവും. ദേലമ്പാടി പഞ്ചായത്ത് പയറടുക്ക ബൂത്തിലെ BLO അജിത്തിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമം നടത്തിയതായും അസഭ്യവർഷം നടത്തുകയും കോളറിൽ പിടിച്ച് കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായി പരാതി. ദേലമ്പാടി പഞ്ചായത്ത് പയറടുക്ക ബൂത്തിലെ BLO അജിത്തിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സുരേന്ദ്രനാണ് ആക്രമിച്ചതെന്നാണ് പരാതി. SIR അപേക്ഷ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ BLO കലക്ടർക്ക് പരാതി നൽകി. കലക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകൾ വെട്ടിമുറിച്ച് കൃത്രിമത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് കരുതിയ LDFന് ജനങ്ങളുടെ തിരിച്ചടി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാവുമെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിലിക്കോട് ഡിവിഷൻ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം UDF സ്വന്തമാക്കുമെന്നും സംസ്ഥാനത്തെ LDF അഴിമതി ഭരണത്തോടുള്ള പൊതുവികാരം കൂടി കണക്കിലെടുത്താൽ മികച്ച ഭൂരിപക്ഷം തന്നെ UDF നേടുമെന്നും ജില്ലാ ചെയർമാൻ കൂടിയായ കലക്ടർ മാഹിൻ ഹാജി പറഞ്ഞു. അനുകൂലമായ രീതിയിൽ നോക്കുന്നു. വോട്ടുകൾ കുറേ കുറഞ്ഞ വോട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള വിഭജനമാണ് നടത്തിയത്. ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ടുകൾ. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന കൺവെൻഷനിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി.
UDF ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ലത്തീഫ് നീലഗിരി, S കുഞ്ഞഹമ്മദ്, VK ബാവ, VV അബ്ദുല്ല ഹാജി, K ശ്രീധരൻ മാസ്റ്റർ, EV ദാമോദരൻ, നിഷാം പട്ടേൽ, KV വിജയൻ, NKP മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. സത്താർ വടക്കുംപാട് ചെയർമാനും P കുഞ്ഞിക്കണ്ണൻ ജനറൽ കൺവീനറുമായി 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂട് പിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭിന്നതയുണ്ടാവുകയും അത് പൊട്ടിത്തെറിയിൽ കലാശിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന് അയച്ചുകൊടുത്തതായി ഹമീദ് പള്ളത്തെടുക്ക അറിയിച്ചു. ബദിയടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകാധിപത്യത്തിൽ മനം നൊന്തും മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് രാജിവെക്കുന്നതെന്ന് ഹമീദ് രാജിക്കത്തിൽ പറയുന്നു. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി നേതാക്കൾ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതായും അണികളെ വെറുപ്പിക്കുന്നതായും കത്തിൽ പറയുന്നു. ലീഗ് സ്ഥാനാർത്ഥി 2 തവണ വിജയിച്ച പഴയ 7-ാം വാർഡ് ആരോടും ചോദിക്കാതെ കോൺഗ്രസിന് വിട്ടുകൊടുത്തു. പഞ്ചായത്ത് ഭാരവാഹികളുടെ യോഗം പോലും വിളിച്ചില്ലെന്നും ഹമീദ് പള്ളത്തെടുക്ക ആരോപിക്കുന്നു. അതായത് പലവട്ടം സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ചെയ്ത് ഒരു പാർട്ടിയോട് ആലോചിക്കാതെ, ഒരു പാർട്ടീൻ്റെ ഭാരവാഹികളുടെ യോഗത്തിലെല്ലാം ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം 3 പേരെ നിർത്തിക്കൊണ്ടാണ് ആ ചാളക്കോട് വാർഡ് കോൺഗ്രസിന് വിട്ടുകൊടുത്തത്. കോൺഗ്രസിനോട് അങ്ങ് വ്യക്തിപരമായ കാര്യങ്ങൾ അവർ ചോദിച്ച് വാങ്ങിയതല്ല, മായിൻകേരുടെ ഒരാൾ അടിച്ചേൽപ്പിച്ചതാണ്. അവരാവശ്യപ്പെട്ടത് ചീത്താങ്കോളിയും ചെടേക്കാലുമാണ്. അത് രണ്ടും തരൂല, നിങ്ങൾ അവിടെ നിൽക്ക്. അതായത് മണ്ഡലം പ്രസിഡന്റ് ശ്യാമനും മായിൻ കേളോട്ടും എന്നെ ഒതുക്കാൻ വേണ്ടി ഒത്തു കളിച്ചതാണത്. എൻ്റെ കൈ ശുദ്ധം, ഞാൻ ഇന്ന് വരെ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പാർട്ടിക്കും വേണ്ടി ജീവിച്ച്, എന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. ഞാൻ സ്വയം രാജിവെച്ച ഒരേ ആളെത്തൊട്ട്. ബദിയടുക്ക പഞ്ചായത്ത് പണക്കാരുടെ പാർട്ടിയാണ് ലീഗ്. പണക്കാർക്കാണ് അവർക്ക് സ്ഥാനം. പണമുണ്ടവന് സ്ഥാനം വലിച്ചു കൊടുക്കും. മിനിഞ്ഞാന്ന് പാർട്ടി മാറി വന്നവർക്ക് വരെ സെക്രട്ടറി സ്ഥാനവും മെമ്പർ സ്ഥാനവും കൊടുത്തു, മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്ത്. കഴിഞ്ഞ വർഷം വരെ ലീഗിനെതിരായി മത്സരിച്ച ഹമീദ് കടിഞ്ഞ എന്ന ഭാര്യയും ഭർത്താവും പാർട്ടിയിലേക്ക് വന്നപ്പോൾ അടുത്ത പാർട്ടീൻ്റെ ഭാരവാഹിയായ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത്. രണ്ടാമത് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം മത്സരിക്കാനുള്ള അവസരം കൊടുത്ത് 50 വർഷം പാർട്ടിക്ക് വേണ്ടി പാർട്ടിൻ്റെ കൂടെ നിന്ന് എന്നെ ഒതുക്കാൻ വേണ്ടി മായൻ എന്ന വ്യക്തിയാണ് ചെയ്തത്. ഞാൻ മരിക്കുന്നത് വരെ ലീഗിലായി തന്നെ നിൽക്കും, ലീഗ് തന്നെ. വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന പ്രശ്നം ഇതുവരേക്കുമില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി UDF. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വടകര MP ഷാഫി പറമ്പിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെത്തി. UDF തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മഞ്ചേശ്വരം MLA AK മഷ്റഫ്, 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഇല്യാസ് തുമിനാട്, ജില്ലാ പഞ്ചായത്ത് ഓർക്കാടി ഡിവിഷൻ സ്ഥാനാർത്ഥി ഹർഷാദ് ഓർക്കാടി എന്നിവർ ഉൾപ്പെടെ വിവിധ വാർഡുകളിലും ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും UDF നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് KPS ഓഡിറ്റോറിയത്തിൽ UDF കുടുംബസംഗമവും നടന്നു. പരിപാടിയിൽ സംസാരിച്ച MP, MLA, പാർട്ടി നേതാക്കൾ എന്നിവർ മഞ്ചേശ്വരത്തിന്റെ വികസനത്തിനായി UDF നടത്തിവന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വികസനാധിഷ്ഠിത UDF സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഉദ്ഘാടനത്തോടെ 2-ാം വാർഡിൽ UDF പ്രചാരണം കൂടുതൽ ശക്തി പ്രാപിച്ചു. പാർട്ടി നയിക്കുന്ന പദ്ധതികളെയും തുടർ വികസന പ്രവർത്തനങ്ങളെയും ജനങ്ങളിൽ എത്തിക്കുന്നതിനായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കളും പ്രവർത്തകരും അറിയിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കാസർഗോഡിന്റെ ചികിത്സാ രംഗത്ത് പുതുചരിത്രമെഴുതി കാസർഗോഡ് ആസ്റ്റർ മിംസ്. അത്യന്തം സങ്കീർണമായ എവേക് ക്രാനിയോട്ടമി വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി സിഇഒ ഡോക്ടർ സോയ് ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 77 വയസ്സുള്ള സ്ത്രീയുടെ ജീവനാണ് ഈ നൂതന ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചത്. രോഗിയുടെ സംസാരശേഷിയും ചലനങ്ങളും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ നിർണായക ഭാഗങ്ങളുടെ സമീപത്തായിരുന്നു ട്യൂമർ സ്ഥിതി ചെയ്തിരുന്നത്. ഈ ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനാണ് അതിസങ്കീർണമായ എവേക് ക്രാനിയോട്ടമി നടത്തിയതെന്ന് ഡോക്ടർ സോയ് ജോസഫ് പറഞ്ഞു. ട്യൂമർ എടുക്കണോ, ബട്ട് പാരാലിസിസ് ആവാത്ത പോലെ എടുക്കണോ? സോ ദ ആൻസർ ഈസ് അവേക് ക്രാനിയോട്ടമി. മീൻസ് ജസ്റ്റ് ഈ പാർട്ട് മീൻസ് ഫേസത്തിലെ മുകളിലത്തെ പാർട്ട് അല്ലെ മാത്രം അനസ്തീഷ്യ കൊടുത്തു. വേറെ പേഷ്യൻറ്റ് ബോധ നോർമലാണ്. മീൻസ് ഞാൻ ട്യൂമർ എടുക്കുന്നുണ്ട്, പേഷ്യൻറ്റ് ഫുള്ള് സംസാരിക്കുന്നുണ്ട്. പേരെന്താ, താമസം എവിടെയാ, ഏത് സ്കൂളിൽ പോയി എല്ലാം പറയുന്നുണ്ട്. ഞാൻ ട്യൂമർ എടുക്കുന്നുണ്ട്, ബട്ട് പേഷ്യൻ്റ് എല്ലാം പറയുന്നുണ്ട്. കൈ പൊക്കുന്നുണ്ട്, കാൽ പൊക്കുന്നുണ്ട്. സോ 90% ട്യൂമർ എടുത്ത ശേഷം മെയിൻ ക്രിട്ടിക്കൽ ഏരിയ പോയിട്ട ശേഷം ആ ടൈമിൽ പേഷ്യൻറ്റിൽ തിരിച്ച് ടെസ്റ്റിംഗ് ചെയ്തു. കൈ പൊക്ക, കാൽ പൊക്ക, എനി ടൈം കാല് ഇല്ലെങ്കിൽ കയ്യിൽ ശക്തി കുറവാവുന്നുണ്ട് ആ പോലെ കണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായി സർജറി നിൽക്കുന്നുണ്ട്. സോ പേഷ്യൻറ്റിൽ 1% വേദനയും ആയിട്ടില്ല, ബട്ട് ട്യൂമർ മോസ്റ്റ് ഓഫ് ദ ട്യൂമർ വാസ് ഔട്ട്. ഇത് റിക്വയർസ് ലോട്ട് ഓഫ് ടെക്നോളജിയാണ്. അനസ്തേഷ്യ നല്ലോണം കറക്റ്റ് വേണം. ബിക്കോസ് ബ്രെയിൻ ഓപ്പൺ ആയിട്ട് ടൈം വേദന ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് പിന്നെ കോഓപ്പറേഷൻ ആവശ്യമാണ്. പ്ലസ് എക്സാക്ട്ലി ബ്രെയിനിൽ എവിടെ ട്യൂമർ ഉണ്ട് അത് ഇമേജിങ്ങിൽ ഓപ്പറേഷൻ ടൈമിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ബ്രെയിൻ മുകളിട്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ട്യൂമർ എവിടെയുണ്ട് നോക്കിയിട്ട് പേഷ്യൻറ്റിൽ സംസാരിച്ചിട്ട് ഓപ്പറേഷൻ ടൈമിൽ ഈ ട്യൂമർ എടുത്തത്. സോ ദിസ് ഈസ് എ വെരി മേജർ മൈൽ സ്റ്റോൺ. നമ്മൾ കാസർഗോഡ് ഹെൽത്ത് കെയർ സിസ്റ്റമിൽ ഇത് മേജർ മൈൽ സ്റ്റോൺ. ഈ പോലെ സർജറി നമ്മൾ ആസ്റ്റർ മിംസ് കാസർഗോഡിൽ ചെയ്തത് ഫുൾ 100% സക്സസ് ആയിട്ട് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയി. ആഫ്റ്റർ 5 days പേഷ്യൻറ്റ് വാസ് ഡിസ്ചാർജ്ഡ് ഹോം. നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. 77-year-old ലേഡിയാണ്. ശസ്ത്രക്രിയയുടെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ രോഗിയെ ഉണർന്നിരിക്കുവാൻ അനുവദിച്ചു എന്നതാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. ഈ സമയത്ത് രോഗിയുടെ സംസാരവും കൈകാലുകളുടെ ചലനവും മെഡിക്കൽ സംഘം നിരന്തരമായി നിരീക്ഷിച്ച് പരിശോധിച്ചു. ഇതിലൂടെ തലച്ചോറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുവാനും പരമാവധി ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുവാനും സാധിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി ഉടൻ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. പിന്നീട് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായില്ല എന്നത് ശസ്ത്രക്രിയയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ന്യൂറോ സർജറി, ന്യൂറോളജി, അനസ്തേഷ്യ, ക്രിട്ടിക്കൽ കെയർ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരടങ്ങിയ സംഘം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടം. ന്യൂറോ നാവിഗേഷൻ, ന്യൂറോ മോണിറ്ററിംഗ്, അഡ്വാൻസ്ഡ് ഓപ്പറേറ്റീവ് ഇമേജിംഗ് പോലെയുള്ള ആധുനിക ന്യൂറോ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. എവേക് ക്രാനിയോട്ടമി ന്യൂറോ സർജറിയിലെ ഏറ്റവും സാങ്കേതികപരമായി പ്രാവീണ്യം ആവശ്യമുള്ള ശസ്ത്രക്രിയകളിൽ ഒന്നാണെന്നും കാസർഗോട്ട് ഇത് സുരക്ഷിതമായി നടത്തുവാനായത് തങ്ങളുടെ ടീമിൻ്റെ വൈദഗ്ധ്യത്തെയും ആശുപത്രിയുടെ ആധുനിക സൗകര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ന്യൂറോ സർജൻ ഡോക്ടർ PS പാവുമാൻ അഭിപ്രായപ്പെട്ടു. ഈ വിജയത്തോടെ കാസർഗോട്ട് തന്നെ ഉയർന്ന നിലവാരമുള്ള ബ്രെയിൻ സ്പൈൻ ചികിത്സ ലഭ്യമാകുമെന്നും രോഗികൾക്ക് മംഗളൂരു പോലെയുള്ള ദൂരദിക്കുകളിലുള്ള ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം കുറയുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം തലവൻ ഡോക്ടർ മുഹമ്മദ് അമീൻ, ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ അമിത് ശ്രീധരൻ, ബിസിനസ് ഡെവലപ്മെന്റ് തലവൻ VV വിജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടിക്ക് പുല്ലൂർ പെർളത്ത് സ്വീകരണം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ദേവി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടിക്ക് പുല്ലൂർ പെർളത്ത് സ്വീകരണം നൽകി.
ജില്ലാ പഞ്ചായത്തിലേക്ക് മടിക്കൈ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കെ സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മടിയൻ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന PK മഞ്ജിഷ, പുല്ലൂർ പെരിയ പഞ്ചായത്തിലേക്ക് ഹരിപുരം 12ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന K ബിന്ദു എന്നിവരുടെ പര്യടന പരിപാടിക്കാണ് പുല്ലൂർ സ്വീകരണം നൽകിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ദേവി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ വീട് കയറിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. 2011-16 കാലഘട്ടത്തിൽ കേരളത്തിൽ UDF ഭരിച്ചിരുന്ന ഒരു കാലം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അതിഭീകരമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. സമസ്ത മേഖലകളെയും വികസനം മുരടിപ്പിച്ചുകൊണ്ടും തികച്ചും ജനദ്രോഹപരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ 2011-16 വർഷം UDF ഭരിച്ചിരുന്നത്. കതീഷ് കാരക്കുണ്ട് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥികളായ K സബീഷ്, PK മഞ്ജിഷ, CK നാസർ, മേടയിൽ ദിലീപ്, ശിവജി വെള്ളിക്കോത്ത്, ഗംഗാധരൻ മാസ്റ്റർ, P കുഞ്ഞിക്കേളു, M നാരായണൻ, T ബിന്ദു, P ദാമോദരൻ എന്നിവർ സംസാരിച്ചു. യതീഷ് വാരിക്കാട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്ര പരിധിയിലെ 7 പ്രാദേശിക സമിതിയിൽ നിന്നുള്ള കലവറകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ഇരുപത്തിയെട്ടിന് വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. 29-ന് പൂമാരതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. 30-ന് രാത്രി 8 മണിക്ക് ക്ഷേത്രപരിധിയിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും. ഡിസംബർ 1-ന് കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. ഡിസംബർ 1-ന് സമാപന ദിവസം തെയ്യങ്ങളുടെ പുറപ്പാടും തേങ്ങയേറും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കള്ളാർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ടിമി സ്റ്റീഫന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ടിമി സ്റ്റീഫന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജയിച്ചിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിൽ ധൈര്യത്തിൽ മുന്നേറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നെ പ്രഖ്യാപിച്ചു. തീയിൽ കുരുന്നത് വെയിലത്ത് വാങ്ങില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസത്തിലും ഞാൻ നേരുകയാണ്. നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്, നമ്മളാണ് പ്രവർത്തിച്ച് വിജയിപ്പിക്കുക. നിങ്ങൾക്ക് ധൈര്യസമേതം പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജനപ്രതിനിധി ആരായിരിക്കണമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. നല്ല ജനപ്രതിനിധിയാണെങ്കിൽ ഞാൻ ഇന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ് എന്ന് പറയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഞാൻ പുതുപ്പള്ളിക്കാരനാണ്, ഞാൻ മാളക്കാരനാണ്. മലയോര മേഖലയുടെ വികസനത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്തത് ഇക്കാലത്തും UDF സർക്കാരുകളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുൻകൈയെടുത്താണ് മലയോര മേഖലയ്ക്ക് വെള്ളരിക്കുണ്ട് ആസ്ഥാനമായി താലൂക്ക് അനുവദിച്ചതെന്നും അന്ന് താലൂക്ക് രൂപവൽക്കരണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ തനിക്ക് കൂടി അവസരം ലഭിച്ചത് ഏറെ ഭാഗ്യമായി കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനായി UDF സർക്കാർ രൂപീകരിച്ച മലയോര വികസന സമിതി LDF സർക്കാർ പിരിച്ചുവിടുകയാണുണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ UDF കൺവീനർ A. ഗോവിന്ദൻ നായർ, KPCC മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറി ഹരീഷ് P. നായർ, മുസ്തഫ തായന്നൂർ, ഇബ്രാഹിം ചെമ്മനാട്, മധുസൂദനൻ ബാലൂർ, PC തോമസ്, ബാലകൃഷ്ണൻ ബാലൂർ, ജവാദ് പുത്തൂർ, TK നാരായണൻ, H. വിഘ്നേശ്വര ഭട്ട്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സ്റ്റിമി സ്റ്റീഫൻ, സുന്ദരൻ ഒരള, വിനോദ് കപ്പിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് മിൽമ കാസർഗോഡ് ഡയറിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും GHSS ചായോത്ത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കും മിൽമ ബോധവൽക്കരണ ക്ലാസ് നൽകി. ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് മിൽമ കാസർഗോഡ് ഡയറി വിവിധ പരിപാടികൾ നടത്തി. ചെങ്കള പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ചായൂത്ത് GHSSലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കും മംഗൽപാടി പഞ്ചായത്തിലെ CDS അംഗങ്ങൾക്കും മിൽമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നാം എല്ലാവരും ഇന്നോട് ഒത്തുകൂടിയിരിക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നാഷണൽ മിൽക്ക് ഡേ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ക്ഷീരമേഖലയെ ലോകത്തിൽ തന്നെ ഒന്നാമതാക്കിയ മഹത് വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആണ് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആയി ആഘോഷിക്കുന്നത്. നമ്മളെപ്പോലെയെല്ലാം ഒരു മലയാളിയായി കോഴിക്കോടാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ജനിച്ചിട്ടുള്ളത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജലച്ചായ മത്സരത്തിൽ M. സ്വപ്ന സുരേഷ്, വരുണ മോഹൻ, K. ദേവനന്ദ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജില്ലാതല ക്വിസിൽ E. തനവ്, E. തേജൽ, TV അഗ്രിമ, K. അനന്യ, ശ്രീലക്ഷ്മി, അശ്വിൻ രാജ് എന്നിവരുടെ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ന്യൂസ് ബ്യൂറോ, മാവുങ്കാൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായ ദേളിയിലെ CH മുബഷീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മർദ്ദനമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്തുവാനായില്ല. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സഫ്വാൻ കുന്നിൽ വിശദീകരണവുമായി രംഗത്ത്. വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ലെന്ന് സഫ്വാൻ കുന്നിൽ. NDAയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. LDFും UDFും ചേർന്നുള്ള ഇന്ത്യ സഖ്യമാണ് NDAയുടെ എതിരാളികളെന്ന് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമവും അസഭ്യവർഷവും. ദേലമ്പാടി പഞ്ചായത്ത് പയറെടുക്ക ബൂത്തിലെ BLO അജിത്തിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് നടപടി സ്വീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. ഹമീദ് പള്ളത്തെടുക്ക രാജിവെച്ചു. മഞ്ചേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി UDF. 2ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.